നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും അധികം വേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും അടുക്കളയിൽ നിന്നായിരിക്കും. ഞാൻ പറയുന്നത് അടുക്കള മാലിന്യത്തെക്കുറിച്ചിട്ടല്ല, നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന പാക്കേജിങ് വേസ്റ്റുകളെ കുറിച്ചിട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന വേസ്റ്റും. കുറച്ച് ഡിസിപ്ലിനും പ്ലാനിങ്ങും നമ്മുടെ ഷോപ്പിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നിവിടെ വെളിച്ചെണ്ണ വാങ്ങാൻ വന്നതാണ്. പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, പാത്രം കൊടുക്കുന്നു, അവരത് ഫില്ല് ചെയ്യുന്നു, തിരിച്ചു തരുന്നു, ബില്ല് ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുപോയി യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൽ എവിടെയും ഒരു വേസ്റ്റും ജനറേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉത്തരവാദിത്തത്തോടു കൂടി ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. കാര്യം നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ഷൻ അവൈലബിൾ ആണ്. എന്നാലും അത് കഴുകി ഉണക്കി വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എളുപ്പം ആദ്യമേ തന്നെ വേസ്റ്റ് റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ലൂസായിട്ടോ ബൾക്കായിട്ടോ പലചരക്ക് സാധനങ്ങളും മറ്റും നമ്മൾ വാങ്ങുകയാണെങ്കിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന മാക്സിമം പാക്കേജിങ് വേസ്റ്റ് നമുക്ക് ആദ്യമേ റെഫ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ സാധിക്കുന്നതാണ്.